ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളെല്ലാം അത് വിള്ളൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ആന്റണി രാജു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പം സമാനമായ ഒരു ക്രിസ്ത്യൻ പൊതുവെ എൻ്റെ അഭിപ്രായത്തിൽ UDF-നാണ് ട്രെൻഡ് കൂടുതലെന്ന്. ജനസമ്മതമാണോ ജനപ്രതിനിധി ആയാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അതിനുള്ള കാര്യശേഷിയും ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാത്രമേ ഇത് ഉള്ളൂ. വ്യക്തിപരമായി ശക്തരാണ്, പക്ഷെ എന്നാലും ഒരു മുൻതൂക്കം UDF തന്നെയാണ്. മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തിമഘട്ടം ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അറിയാം ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസാന ദിവസം ഇന്നാണ്. അതോടുകൂടി നമുക്ക് ചിത്രം പൂർണ്ണമായി കിട്ടും ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് എവിടെയൊക്കെ എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇപ്പോൾ ഒരു ഏകദേശ രൂപമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് ശക്തമായ ഒരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സെൻട്രലിൽ വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് എന്തായാലും അവരൊരു തീരുമാനം എന്തായാലും കൈക്കൊണ്ടിട്ടുണ്ടായിരിക്കും ആർക്കാണ് വോട്ട് എന്നുള്ളത്. പക്ഷേ സർവേയിൽ നമ്മുടെ ആന്റണി രാജു ഇപ്പോൾ ഇല്ലാത്തത്, അല്ലെങ്കിൽ ആന്റണി രാജുവിൻ്റെ ഒരു അഭാവം അത് എത്രത്തോളം ആർക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത്, അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ആര് കൊണ്ടുപോകും അല്ലെങ്കിൽ ആര് തൂക്കും എന്നുള്ളത് നമുക്ക് സാധാരണക്കാർ വോട്ടർമാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സെൻട്രൽ ആരായിരിക്കും ജയിക്കുന്നത് എന്നൊരു ചെറിയ ഉദ്ദേശം, കരമന ജയനാണോ, സുധീർ കരമനയാണോ, അതോ നമ്മുടെ CP ജോൺ ആയിരിക്കുമോ എന്നുള്ളതാണ്. അത് ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ്. അതെ, അപ്പോ വ്യക്തമായിട്ടൊരു ഇത് എന്നാലും നമ്മുടെ ആന്റണി രാജുവിന്റെ അഭാവത്തില് മറ്റുള്ള ഏത് ഇതായിരിക്കും. കാരണം ആന്റണി രാജു നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും. അദ്ദേഹം കുറച്ച് ജനസമ്മതനാണ്. പൊതുവെ എൻ്റെ അഭിപ്രായത്തിൽ UDF-നാണ് ട്രെൻഡ് കൂടുതലെന്ന്. കൂടുതലും അല്ലേ? അടുത്ത ഭരണത്തിൽ വരുന്നത് UDF ആയിരിക്കും എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. എങ്കിലും ജനങ്ങൾക്ക് ഭരണത്തിലൊക്കെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ചിലപ്പം ചെറിയ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അതെ, ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഭയങ്കര ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും. അതെ, സ്ഥാനാർത്ഥികളെല്ലാം ശക്തന്മാരാണ്. അതെ, അതാണ്. ജയിച്ചാൽ തന്നെ ഏത് പാർട്ടി ജയിച്ചാലും വലിയ നേരിയ മാർജിനൊക്കെ ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. വൻ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. നേരിയ ഭൂരിപക്ഷം ഉണ്ടാവുമായിരിക്കും. എന്നാലും ഭരണം വരുന്നത് മിക്കവാറും ചിലപ്പം UDF തന്നെ വരുമായിരിക്കാം. അതെ, ആരാണെങ്കിലും നല്ലത് ജനങ്ങൾക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഏട്ടാ? ഗ്രൗണ്ട് സപ്പോർട്ട് അങ്ങനെയാണെന്നാണോ, അതോ? ഗ്രൗണ്ട് സപ്പോർട്ടല്ല, ആന്റണി രാജുവിന്റെ ആ ഒരു കേസ് കിടക്കണോണ്ട് ഒന്ന് പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയെ നികൃഷ്ടമായിട്ടുള്ള പെരുമാറ്റം, ട്രേഡ് യൂണിയന്റെ ആൾക്കാരുമായിട്ടുള്ള നല്ല ഒരു പക്ഷേ ആന്റണി രാജു ആയിരുന്നു നിന്നിരുന്നെങ്കിൽ. ആന്റണി രാജു ആണെങ്കിൽ ഇപ്പോൾ സംശയം തന്നെയാണ്. എനിക്ക് സംശയമായിരുന്നു. ആന്റണി രാജു ആണെങ്കിൽ ഇപ്പം ജയിക്കുന്നുള്ള ഒരു സംശയം തന്നെയാണ്. എന്നാലും ആന്റണി രാജുവിന് കുറച്ച് വോട്ടൊക്കെ കിട്ടിയായിരുന്നു. ജനസമ്മതനാണ്. കുറച്ചൊക്കെ വേണ്ടത്ര വിജയിച്ചില്ലെന്നുള്ളതാണ്. ഇല്ല, ഇപ്പം കരമന ജയൻ ചേട്ടനാണ് കൂടുതലും സാധ്യത കാണുന്നത്. ആരായിരിക്കും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ജയിക്കട്ടെ എന്നുള്ളതാണ്. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയത്തിലോട്ട് വരുന്നത് എന്നുള്ളതാണ് സാധ്യത. എന്തുകൊണ്ടാണ് ഏട്ടാ? ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ? ആഗ്രഹിക്കുന്നു മാത്രമല്ല, CP ജോൺ എന്ന് പറഞ്ഞ ആളാണ് ഇത് നിൽക്കുന്നതിൽ ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ജനസമ്മതം എന്ന് പറഞ്ഞ ജനസമ്മതമൊന്നുമല്ല, ഇത്രയെങ്കിലും ജനസമ്മതമാണോ ജനപ്രതിനിധി ആയാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അതിനുള്ള കാര്യശേഷിയും ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് മാത്രമേ ഇത് ഉള്ളൂ. വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമല്ല, വ്യക്തിപരമായിട്ട്. രാഷ്ട്രീയപരമായിട്ട് പലർക്കും സപ്പോർട്ടുണ്ട്. അത് വേറെ. വ്യക്തിപരമായിട്ട് CP ജോൺ എന്ന് പറഞ്ഞ ഒരാള് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, കഴിവുള്ള വ്യക്തിയാണ്. അപ്പം വരുന്ന പ്ലാനിംഗ് ബോർഡിലും ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും അയാൾ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ആയിരിക്കുമോ നമ്മളെ? അത് UDF ആണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ മുൻതൂക്കം UDF-നാണ് മുൻതൂക്കം നിൽക്കുന്നത്. പിന്നെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുണ്ട്, വ്യക്തമായി പറയാൻ പറ്റില്ല. എല്ലാരും ശക്തരായ സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. ശക്തരാണ്, പക്ഷെ എന്നാലും ഒരു മുൻതൂക്കം UDF തന്നെയാണ്. അപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ ചിലപ്പോ അത് പറയാൻ പറ്റില്ല. അത് എല്ലായിടവും ത്രികോണവും മത്സരമുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ ചേട്ടാ, എങ്ങനെയാ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ UDF അധികാരത്തിൽ വരും? കേരളത്തിൽ വരും. എന്തുകൊണ്ട് അങ്ങനെ? ഈ ഭരണവിരുദ്ധ വികാരം കേരളത്തില് ഇടതുപക്ഷ പാർട്ടിയില് നയനാര്, PS അച്യുതാനന്ദൻ,
EMS തുടങ്ങിയവരെല്ലാം മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പക്ഷേ അതുപോലെയുള്ള ഒരു മുഖ്യമന്ത്രിയല്ല ഇവർ. ഇത് അഹങ്കാരം. യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയത്തക്ക ഒരു മുഖ്യമന്ത്രിയല്ല. UDF അധികാരത്തിൽ വരണം എന്നുള്ളതാണ് തീർത്തും എൻ്റെ വിശ്വാസം. നമ്മുടെ സെൻട്രൽ ആരായിരിക്കും സെൻട്രലിലെ CP ജോൺ ജയിക്കും. UDFന്റെ സ്ഥാനാർത്ഥി ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം. അദ്ദേഹം ജയിക്കാനാണ് സാധ്യത. ഉറപ്പാണ്. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന സത്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ UDFന് കുറഞ്ഞത് ഒരു 5 സീറ്റ് ലഭിക്കും. കൊല്ലം ജില്ലയിൽ ഒരു 8 സീറ്റ് ലഭിക്കും. എന്തായാലും ഭരണത്തിൽ 106 സീറ്റുകൾ പിടിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരുമെന്ന് ചേട്ടൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഇപ്പൊ പറയാനില്ല. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് വന്നാലായിരിക്കും? എനിക്ക് ആര് വന്നാലും എനിക്ക് തുല്യനാണ്. UDFന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരണം. അത് ചെന്നിത്തല വന്നാലും ശരി, VD സതീശൻ സാർ വന്നാലും ശരി, ആര് വന്നാലും കുറച്ചും കൂടെ ഒരു അനുഭവ ആര് വന്നാലും UDFന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ചേട്ടൻ ഉദ്ദേശിക്കുന്നുള്ളൂ. CP ജോൺ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്നറുമ്പോൾ CP ജോൺ വളരെ നാൾ കൊണ്ട് പിന്നീട് പാർട്ടിക്കകത്തും പുറത്തും സജീവ പ്രവർത്തകനാണ്. അതിലുപരി ഒരു സാംസ്കാരിക നായകനാണ്. അല്ല, ഇതെല്ലാം ജനങ്ങൾ പറയുകയാണ്, അതാണ് ഞാനും പറഞ്ഞു പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇലക്ഷന് വേണ്ടി മാത്രം നിൽക്കുന്നതല്ല, വളരെ നാൾ കൊണ്ട് പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം പുള്ളിക്ക് മത്സരിക്കണമെന്നുള്ള താല്പര്യം പുള്ളിയുടെ പാർട്ടിക്കാർ നിർദ്ദേശിച്ചനുസരിച്ച് മാത്രമല്ല ആന്റണി രാജുവിന്റെ ഒരു അഭാവമാണ് പുള്ളിക്ക്. അതായത് 2 ഘടകമുണ്ട്. ഒന്നായത് ആന്റണി രാജു മത്സരിക്കാൻ കഴിയില്ല. 2 ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വെച്ച് കഴിഞ്ഞാലും ഒരു പാർട്ടിക്ക് ഒരു ഡീമെറിറ്റ് ഉണ്ട്, അതുണ്ട്. അപ്പൊ ആന്റണി രാജു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പം സമാനമായ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ക്വാളിറ്റിയുള്ള ക്രിസ്ത്യൻ്റെ ആയിരുന്നു. അപ്പൊ UDFനുണ്ടാകും. അപ്പൊ അതിനകത്ത് കുറെ സ്വാധീനം അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ. അപ്പൊ അതേസമയം ഒരു ഹൈന്ദവ കാൻഡിഡേറ്റ് ആകണമെങ്കിൽ അത്ര വോട്ട് സ്വാധീനിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ പല ഘടകങ്ങൾ കൊണ്ട് CP ജോൺ നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. അപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ആയിരിക്കുമോ നമുക്ക് അധികാരത്തിൽ വരുന്നത്? അധികാരമാണ്. ഇപ്പം ഇവിടെ നേതാക്കൾ 100 പറഞ്ഞപ്പോൾ 100-ൽ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതിന് കാരണം ഒന്ന് പിന്നീട് ഇടതുപക്ഷത്തിന്റെ കോട്ടകളെല്ലാം വിള്ളൽ ആയിക്കഴിഞ്ഞു. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സാംസ്കാരിക നായരും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും UDFന് അനുകൂലിക്കാൻ തുടങ്ങി. പ്രത്യക്ഷമായിട്ട് LDFന്റെ പല നേതാക്കന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരെല്ലാം പ്രത്യക്ഷമായി വന്നു ചേർന്നു. പല പേരും UDFന്റെ സ്വതന്ത്ര കാൻഡിഡേറ്റായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു മൊത്തമാണ്. പിന്നെ അതിലുപരി 10 വർഷം കൊണ്ട് കേരളം ഭരിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ 10 വർഷം അങ്ങനെ വന്നിട്ടില്ല. 5 വർഷം അങ്ങനെ മാറി വരുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിൽ. അപ്പൊ എന്തുകൊണ്ട് 10 വർഷം ഭരിക്കാനുള്ള അവസരം ഉണ്ടായത്? 2021 2021 കേരളത്തിന്റെ മാത്രമല്ല ആഗോളപരമായി ഈ കൊറോണയെ ബാധിച്ചിട്ടുള്ള വിഷയങ്ങളായിരുന്നു. അപ്പൊ അത് ആ ടൈമില് 20 കാലഘട്ടത്തിലെല്ലാം ഇവിടെ ഭരിച്ചിരുന്നവരാണ് LDF. അപ്പോൾ അവരുടെ ഭരണത്തിന്റെ കോട്ടങ്ങളെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് ശക്തമായ സമര പരിപാടികൾ ഇടാനുള്ള അവസരങ്ങൾ ഇല്ലായിരുന്നു. ഒന്ന്, അതായത് ആൾക്കൂട്ടം പാടില്ലല്ലോ. 2, ആ സമയത്തുണ്ടായ ഒരു അനുഭവം പറയുമ്പോഴേ കേന്ദ്ര സർക്കാരിൻ്റെയും പിന്നീട് സംസ്ഥാന സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങൾ, അതായത് ഒന്നും കിട്ടാനില്ല, ഭക്ഷ്യധാന്യങ്ങളിൽ ഇല്ല, ജോലി ഇല്ല, വരുമാനമില്ല, എല്ലാവരും വീട്ടിൽ കഴിയുന്ന ഒരു വർഷം. അപ്പോൾ ആ വർഷത്തിൽ ഇപ്പം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ആനുകൂല്യമാണ്, അത് ഞങ്ങൾ തരുന്നതാണ് എന്ന് ജനങ്ങളെ നേരത്തെ ഔദാര്യമാണ് എന്ന് ജനങ്ങളെ നേരിട്ട് വീടുകളിൽ പോയി ആനുകൂല്യങ്ങൾ കൊടുത്തും അങ്ങനെ സമ്പാദിച്ചെടുത്ത ഒരു മെജോറിറ്റിയാണ്. അപ്പോൾ അവിടെ UDFന്റെ കഴിവുകേടല്ല, ഒരു അവസരം വന്നു കിട്ടിയപ്പോൾ അവരത് മുതലാക്കി. അങ്ങനെയാണ് 2ാം ടേമിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞത്. ഇപ്പോൾ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ 5 വർഷം പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. എല്ലാ മേഖലയും തകർച്ചയാണ്. സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സമയമില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ
265 ദിവസം ഒന്ന് ആശമാർ ഇവിടെ സമരം. തീർച്ചയായിട്ടും മഴയത്തും വെയിലത്തും. അതെ, മനസ്സിലായില്ലേ? നമ്മള് ഈ സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ പിന്നീട് ആദ്യമായിട്ടുള്ള ഉള്ള ഒരു അതിശക്തമായ ചരിത്രം കൊള്ളുന്ന ഒരു അതായത് ആശാസമരം. മാത്രമല്ല സ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്ന സർക്കാരാണ് ഈ ഒരു സ്ത്രീകളുടെ സമരം. ഇത്രയും അതായത് എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തകരും സമൂഹം മൊത്തം ഇവരെ പിന്തുണച്ചപ്പോഴും ഇവിടുത്തെ ഭരിക്കുന്ന അതായത് ഭരണാർത്ഥർക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. അവരൊരു തുച്ഛമായ ഒരു പിന്നീട് എന്തോ ഒരു നാമമാത്രമായ ഒരു വേതനത്തിൽ കൂട്ടിയിട്ട് വർദ്ധിപ്പിച്ചിട്ട് അധികാരത്തിന്റെ മാത്രം മെനഞ്ഞാന്ന് ഇവിടെ ആശാമാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. അതിന്റെ വാർത്ത ഇന്നുണ്ടായിരുന്നു. UDF സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആഹ്വാനം ചെയ്ത ഒരു വാർത്താ സമ്മേളനം. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് നേരിൽ അറിയാവുന്നതാണ്. ഞങ്ങളെല്ലാം സാംസ്കാരിക പ്രവർത്തകരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും അവർ ഈ മനുഷ്യൻ്റെ ഇതിൽ എന്താ പറയുക യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാതെ മനുഷ്യത്വപരമായ രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത്. ഇവിടെ ആശാസഭ നടക്കുമ്പോൾ അവിടെ PSC മെമ്പർമാർക്ക് 1.5 ലക്ഷം രൂപ കൂട്ടി കൊടുത്തിരുന്നു. കുട്ടികൾ ഇവിടെ കണ്ടതാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് കണ്ണുള്ള സർക്കാർ അല്ലേ എന്നാ ചോദിക്കുന്നത്. അല്ല, ഇതിപ്പോ ഞങ്ങൾ ആരെയും മുകളിലോട്ടോ ആരെയും താഴോട്ടോ താഴ്ത്തി കെട്ടുന്നതല്ല. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരും ഭരണവും വരണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിലിപ്പോ നമ്മൾ ആരെയും മോശക്കാരാക്കുന്നില്ല, ആരാണ് പറഞ്ഞത്? സത്യസന്ധമായ വാർത്തകൾ, അതായത് ജനങ്ങളിൽ അത് എത്തിക്കുക. സത്യസന്ധമായ ഇപ്പൊ UDF പ്രകടന പത്രികയിൽ 5 കാര്യം പറഞ്ഞു. വളരെ അത്യാവശ്യമായ കാര്യം ക്ഷേമ പെൻഷൻ, സ്ത്രീകളുടെ യാത്ര സൗകര്യം, അത് പഠിച്ചിട്ടാ ചെയ്തു. മനസ്സിലായി? ഇപ്പൊ എങ്ങനെ ഇപ്പോഴത്തെ സർക്കാരും കൊടുത്തു സ്ത്രീകൾക്ക് ക്ഷേമ പെൻഷൻ 2000, സ്ത്രീകൾക്ക് നല്ല ക്ഷേമ പെൻഷൻ 2000. ഇപ്പോ വിഷുവിൻ്റെത് മുൻകൂട്ടി നേരത്തെ കൊടുക്കുന്നു. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, നല്ലത് നമ്മൾ പറയുന്നില്ല, മോശമൊന്നും. പക്ഷേ ചിലത് എവിടെയൊക്കെ ഒരു അതുണ്ട്. അതിൻ്റെ ഒരു മുഖ്യമായ എന്തുകൊണ്ട് ട്രാൻസ്പോർട്ട് നമ്മൾ എന്തുകൊണ്ട് നഷ്ടത്തിൽ എന്ന് പറയുന്നു. ഒരു ബിസിനസ് സ്ഥാപനമാണ് അല്ലേ? അപ്പോൾ ആ നഷ്ടം വരാനുള്ള കാര്യം എന്താണ്? എന്തുകൊണ്ട് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല? ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവമുണ്ട്. അത് തന്നെ മാത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ നഷ്ടക്കച്ചവടമല്ല. അപ്പൊ ഈ പൈസ എല്ലാം എവിടെ പോകുന്നത്? ഏത് മേഖലയ്ക്കാണ് പോകുന്നത്? ഇവിടെ ആഡംബരത്തിന് കുറവുണ്ടാവും. എല്ലാം ആഡംബരമല്ലേ? എത്ര കോടി ഈ പിന്നെ വാഹനത്തില് ഇപ്പൊ പരസ്യം സർക്കാരിന്റെ നേട്ടങ്ങൾ അറിയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോടികളുടെ പരസ്യമാണ് സ്റ്റിക്കർ ഒട്ടിച്ച് ഇവിടെ വാഹനത്തിൽ. അതെല്ലാം ഇപ്പൊ UDF ആണ് ഇരുന്നിരുന്നെങ്കിൽ അവരും ചെയ്യും. ഏത് സർക്കാർ പക്ഷേ അതില് പരിധി കഴിഞ്ഞാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ പരസ്യം ആവശ്യമാണ്. PR ചെയ്യുന്നത് അതാത് സർക്കാരിന്റെ നേട്ടങ്ങളെ പുകഴ്ത്തിയാണ് എപ്പോഴും അത് പറയാനുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു പരിധി. അതെ, ഇവിടെ അതിന് പിന്നീട് 10 ഇരട്ടി പിന്നീട് ആണ് പരസ്യങ്ങൾ, പലതരത്തിലുള്ള പരസ്യങ്ങൾ. എത്ര പരസ്യം ചെയ്താലും എന്തൊക്കെ നമ്മൾ ഉണ്ടെന്നോ ഇല്ലെന്നോ കാണിച്ചിരുന്നാല് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്. അവർക്ക് കാര്യങ്ങൾ തെറ്റു ശരി തിരിച്ചറിയാൻ കഴിയും. അപ്പൊ മുൻകൂട്ടി അവർ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും എന്നുള്ളത്, അല്ലെ ആരാകണം എന്നുള്ളത് അതെ അവർക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഇനിയിപ്പോ എന്തൊരു ആനുകൂല്യം കൊടുക്കാന്ന് പറഞ്ഞാലും ആനുകൂല്യം കൈപ്പറ്റിയത് പോലും അവർ ഇന്ന അക്കൗണ്ട് ചെയ്യണം എന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞു. മാത്രമല്ല എത്രയോ വർഷങ്ങൾക്ക് ശേഷം വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇത്തവണ ഇലക്ഷന് വേണ്ടി മാറ്റിവെച്ചത്. ചരിത്രത്തിൽ ആദ്യമാണ്. മിനിമം 1 മാസമെങ്കിലും കിട്ടും. ഇത് അത്രയൊന്നും കിട്ടിയിട്ടില്ല. ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അല്ലെ അവസാന ദിവസമൊക്കെയാണ്. അതെ, എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അടുത്ത ആരാകണം എന്നുള്ളത് അവർ കഴിഞ്ഞു. പക്ഷെ എന്നാലും നമ്മള് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരോട് അഭിപ്രായം ചോദിക്കണമല്ലോ. നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലായി? അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഒരു മാറ്റം ജനങ്ങൾ വരട്ടെ ജനങ്ങൾക്ക്. ഈ 10 വർഷം അത് മാത്രമായിട്ട് ഇനിയിപ്പോൾ ഇവർ അടുത്തൊരു പിന്നെ ഭരണസമിതി 5 വർഷം വയ്ക്കിട്ട് അടുത്ത വീണ്ടും അത് തൃപ്തിയല്ല എങ്കിൽ വീണ്ടും 5 വർഷം അടുത്തൊരു ടീം വരട്ടെ. അങ്ങനെ ഭരിച്ചു നോക്കട്ടെ. എങ്കിൽ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ. അല്ല മറ്റ് വടക്കൻ പിന്നെ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ അതായത് പെർമനന്റ് ആയിട്ടുള്ള അതായത് അക്കൗണ്ട് ഇന്ന പാർട്ടിക്ക് തന്നെ അത് ചില ഈ ശരിക്കും പറയുന്ന ഹിന്ദി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ വരാറുള്ളത്. ഓക്കെ, എന്തായാലും അപ്പൊ മാറ്റങ്ങൾ വരട്ടെ. എന്താണെങ്കിലും ജനങ്ങൾ തീരുമാനിച്ച ആ തീരുമാനങ്ങൾ തന്നെ വരട്ടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യമാക്കുക. ഓക്കെ.